ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന അറേബ്യൻ ഗൾഫിന്റെ തിളക്കമാർന്ന നഗരങ്ങൾക്കിടയിൽ അദൃശ്യമായ ഒരു ഭീഷണി പുകയുകയാണ്. ദുബായ്, ദോഹ, മസ്കറ്റ്, റിയാദ് എന്നീ മഹാനഗരങ്ങളെ സാക്ഷിയാക്കി പശ്ചിമേഷ്യയിൽ ഒരു ചെർണോബിൽ ആവർത്തിക്കപ്പെടുമോ എന്ന ആശങ്ക ഇപ്പോൾ വെറുമൊരു മുന്നറിയിപ്പല്ല, മറിച്ച് ഒരു ഭയാനകമായ ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. ചരിത്രത്തിൽ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് പോലും ആക്കം കൂട്ടിയ ചെർണോബിൽ ആണവ ദുരന്തം ഒരു അപകടമായിരുന്നുവെങ്കിൽ ഇറാനിലെ ബുഷേഹർ ആണവ നിലയത്തിന് നേരെ ഇപ്പോൾ നടക്കുന്നത് മനഃപൂർവ്വമുള്ള പ്രഹരങ്ങളാണ്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന സൈനിക നീക്കങ്ങൾക്കിടയിൽ ബുഷേഹർ ആണവ നിലയത്തിന് സമീപം നാലാമതും പ്രൊജക്ടൈലുകൾ പതിച്ചതോടെ ഗൾഫ് മേഖലയുടെ സുരക്ഷാ ഭൂപടം ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ഭാഗമായി കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ആക്രമണം ബുഷേഹർ ആണവ നിലയത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അപകടകരമായ നിമിഷമായിരുന്നു. ആണവ റിയാക്ടറിൽ നിന്ന് വെറും 350 മീറ്റർ മാത്രം അകലെയാണ് ഇത്തവണ സ്ഫോടനമുണ്ടായത്. ഒരു ഫുട്ബോൾ മൈതാനത്തിൻ്റെ അത്ര പോലും ദൂരമില്ലാത്ത ഈ അകലം മാത്രമാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ ഒരു മഹാദുരന്തത്തിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നത്. ആക്രമണത്തിൽ നിലയത്തിൻ്റെ സുരക്ഷാ ജീവനക്കാർ കൊല്ലപ്പെടുകയും കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തുവെന്നത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. IAEA ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി തൻ്റെ ആശങ്ക രേഖപ്പെടുത്തുമ്പോൾ അതിൽ ഗൗരവകരമായ ഒരു വസ്തുതയുണ്ട്. ബുഷേഹർ വെറുമൊരു സൈനിക ലക്ഷ്യമല്ല, മറിച്ച് ആയിരക്കണക്കിന് കിലോ ആറ്റോമിക് പദാർത്ഥങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സജീവ ആണവ നിലയമാണ്. അവിടെ സംഭവിക്കുന്ന ഒരു ചെറിയ പിഴവ് പോലും ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾക്ക് കാരണമാകും. ബുഷേഹർ ആണവ നിലയം മറ്റ് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടാണ്. സാധാരണയായി ആണവ റിയാക്ടറുകൾ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് അകലെ സുരക്ഷിതമായ കവചങ്ങൾക്കുള്ളിലാണ് സ്ഥാപിക്കാറുള്ളത്. എന്നാൽ ബുഷേഹറിലെ 915 മെഗാവാട്ട് റിയാക്ടർ അറേബ്യൻ ഗൾഫിൻ്റെ തീരത്ത് യാതൊരുവിധ സ്വാഭാവിക സുരക്ഷാ കവചങ്ങളുമില്ലാതെയാണ് സ്ഥിതി ചെയ്യുന്നത്. ചെർണോബിൽ റിയാക്ടർ കരഭൂമിയുടെ ഉള്ളിലായിരുന്നുവെങ്കിൽ ബുഷേഹർ നേരിട്ട് കടലിനെയാണ് അഭിമുഖീകരിക്കുന്നത്. ഈ കടലാണ് ഗൾഫ് രാജ്യങ്ങളുടെ ജീവനാഡി എന്ന് പറയുന്നത്. പെർഷ്യൻ ഗൾഫിലെ വെള്ളം മലിനമായാൽ അത് ആ പ്രദേശത്തെ എല്ലാ രാജ്യങ്ങളുടെയും നിലനിൽപ്പിനെ ബാധിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൽ ഇറാനിലെ ജനവാസ കേന്ദ്രങ്ങളെക്കാൾ കൂടുതൽ ഭീഷണി അയൽ രാജ്യങ്ങളായ കുവൈറ്റ്, ഖത്തർ, UAE എന്നിവയ്ക്കാണ് നേരിടേണ്ടി വരുന്നത്. ഇവിടെ പ്രകൃതി പോലും ഇറാനേക്കാൾ കൂടുതൽ ഗൾഫ് രാജ്യങ്ങളെയാണ് ചതിക്കുന്നത് എന്നതാണ് കൗതുകകരവും ഭയാനകവുമായ വസ്തുത. ഇറാന്റെ ഉൾപ്രദേശങ്ങളെ സംരക്ഷിക്കാൻ അവിടുത്തെ സാഗ്രോസ് പർവ്വതനിരകൾ ഒരു പ്രകൃതിദത്ത കവചമായി നിൽക്കുന്നു. എന്നാൽ ബുഷേഹറിൽ നിന്ന് പുറപ്പെടുന്ന വികിരണങ്ങൾ വായു പ്രവാഹത്തിനൊപ്പം നേരെ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് നീങ്ങുക. വടക്കു പടിഞ്ഞാറൻ കാറ്റുകൾ ഈ റേഡിയോ ആക്റ്റീവ് മേഘങ്ങളെ കുവൈറ്റ് സിറ്റിയിലേക്കും ദോഹയിലേക്കും ദുബായിലേക്കും നിമിഷങ്ങൾക്കുള്ളിൽ എത്തിക്കും. കുവൈറ്റ് സിറ്റിയിലേക്ക് വെറും 280 കിലോമീറ്ററും മനാമയിലേക്ക് 300 കിലോമീറ്ററും മാത്രമാണ് ബുഷേഹറിൽ നിന്നുള്ള ദൂരം. ഈ നഗരങ്ങളിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വികിരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സമയമോ സൗകര്യമോ ലഭിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ ആഘാതം കുടിവെള്ളത്തിൻ്റെ രൂപത്തിലായിരിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കടൽവെള്ള ശുദ്ധീകരണ പ്ലാന്റുകൾ സ്ഥിതി ചെയ്യുന്നത് ഈ തീരങ്ങളിലാണ്. കുവൈറ്റ്, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളിലെ ജനങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ സിംഹഭാഗവും വരുന്നത് ഈ കടലിൽ നിന്നാണ്. പേർഷ്യൻ ഗൾഫ് എന്നത് മറ്റ് സമുദ്രങ്ങളെപ്പോലെ തുറന്ന ഒന്നല്ല, മറിച്ച് വളരെ പരിമിതമായ ജലവിനിമയം മാത്രം നടക്കുന്ന ഒരു അടഞ്ഞ ഭാഗമാണ്. ഇവിടെ ഒരിക്കൽ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ കലർന്നാൽ അത് വർഷങ്ങളോളം അവിടെ തന്നെ നിലനിൽക്കും. സിസിയം 137 പോലെയുള്ള അപകടകരമായ മൂലകങ്ങൾ കടൽവെള്ളത്തിൽ കലരുന്നതോടെ ഗൾഫിലെ ശുദ്ധീകരണ പ്ലാന്റുകളെല്ലാം നിർത്തലാക്കേണ്ടി വരും. കുടിവെള്ളം മുടങ്ങുന്നതോടെ ഈ ആധുനിക നഗരങ്ങൾ വെറും ദിവസങ്ങൾക്കുള്ളിൽ വാസയോഗ്യമല്ലാതായി മാറും. ദോഹയും ദുബായും പോലെയുള്ള നഗരങ്ങൾ വെറും 3-4 ദിവസത്തേക്കുള്ള കുടിവെള്ളം മാത്രമാണ് കരുതി വച്ചിട്ടുള്ളത് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. നിലയത്തിൻ്റെ സുരക്ഷാ കാര്യങ്ങളിൽ റഷ്യ കാണിക്കുന്ന അസാധാരണമായ ജാഗ്രത ഈ ഭീതിയെ ശരിവെക്കുന്നുണ്ട്. ബുഷേഹർ നിലയത്തിൻ്റെ നിർമ്മാണത്തിലും പ്രവർത്തനത്തിലും പങ്കാളിയായ റഷ്യ തങ്ങളുടെ 198 ജീവനക്കാരെ അടിയന്തരമായി അവിടെ നിന്ന് ഒഴിപ്പിച്ചു കഴിഞ്ഞു. നിലയം നിർമ്മിച്ചവർ തന്നെ അവിടെ നിന്ന് പിന്മാറുന്നത് അപകടം തൊട്ടടുത്തെത്തി എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ഇതിനിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഐക്യരാഷ്ട്രസഭയ്ക്ക് അയച്ച കത്തിൽ ഈ സാഹചര്യം ഒട്ടും സഹിക്കാനാവുന്നതല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം മാത്രമല്ല, ഒരു വലിയ മാനുഷിക ദുരന്തത്തിനുള്ള ക്ഷണക്കത്ത് കൂടിയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ ഈ ഭീഷണിയെ എത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നത് എന്ന് കഴിഞ്ഞ മാസങ്ങളിലെ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒരിക്കൽ ഇസ്രയേൽ സൈനിക വക്താവ് ബുഷേഹർ ആക്രമിക്കപ്പെട്ടുവെന്ന് തെറ്റായ വിവരം നൽകിയപ്പോൾ തന്നെ ഒമാൻ തങ്ങളുടെ പൗരന്മാർക്ക് ആണവ ജാഗ്രത നിർദ്ദേശം നൽകുകയും ബഹ്റൈൻ 33 അടിയന്തര ഷെൽട്ടറുകൾ തുറക്കുകയും ചെയ്തിരുന്നു.
കുവൈറ്റിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൻ്ററുകൾ അതീവ ജാഗ്രതയിലാണ്. ഒരു വ്യാജ വാർത്ത വരുമ്പോൾ പോലും ഇത്രയേറെ പരിഭ്രാന്തരാകുന്ന മേഖലയിൽ 4 തവണ യഥാർത്ഥ ആക്രമണങ്ങൾ നടന്നുവെന്നത് സാഹചര്യത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ചെർണോബിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി വികിരണങ്ങൾ ആഗിരണം ചെയ്യാനുണ്ടായിരുന്നു. എന്നാൽ ഗൾഫിൽ ആഡംബര നഗരങ്ങളും അതിനെ ആശ്രയിച്ച് കഴിയുന്ന ജനങ്ങളും മാത്രമാണുള്ളത്. കടൽവെള്ളം മലിനമായാൽ ദുബായിലെ ബുർജ് ഖലീഫയും ദോഹയിലെ സ്റ്റേഡിയങ്ങളും വെറും കോൺക്രീറ്റ് ശവപ്പറമ്പുകളായി മാറാൻ അധിക സമയം വേണ്ടിവരില്ല. ലോക സാമ്പത്തിക ക്രമത്തിൻ്റെ തന്നെ നട്ടെല്ലായ ഹോർമൂസ് കടലിടുക്ക് ഈ മേഖലയിലാണെന്നത് ഭീഷണിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. എണ്ണക്കടത്തും ചരക്ക് നീക്കവും തടസ്സപ്പെടുന്നത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് വഴിവെക്കും. ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ബുഷേഹർ നിലയത്തിന് ഈ ആക്രമണങ്ങളെ എത്രനാൾ പ്രതിരോധിക്കാനാകും എന്നതല്ല, മറിച്ച് ഈ ചെർണോബിൽ സാധ്യതയെ ലോകശക്തികൾ എങ്ങനെയാണ് ഒരു സൈനിക നയമായി ഉപയോഗിക്കുന്നത് എന്നതാണ്. ഓരോ തവണയും പ്രൊജക്ടൈലുകൾ റിയാക്ടറിനോട് അടുത്ത് പതിക്കുമ്പോൾ അത് ലക്ഷക്കണക്കിന് നിരപരാധികളുടെ ജീവന് മേലുള്ള പന്താടലായി മാറുകയാണ്. ഇനിയൊരു ആക്രമണം റിയാക്ടറിന് നേരിട്ടേറ്റാൽ അതിൻ്റെ പ്രത്യാഘാതം ഇറാനിൽ മാത്രം ഒതുങ്ങില്ല. അത് അറേബ്യൻ മണലാരണ്യത്തിലെ സമാധാനത്തെയും ഐശ്വര്യത്തെയും എന്നേക്കുമായി ഇല്ലാതാക്കിയേക്കാം. ലോകം ഈ നിശബ്ദമായ ആണവ യുദ്ധത്തെ ഗൗരവമായി കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു വലിയ ദുരന്തം സംഭവിച്ചതിന് ശേഷം പരിതപിക്കുന്നതിനേക്കാൾ ഭേദം അത് തടയാനുള്ള നയതന്ത്ര നീക്കങ്ങൾ നടത്തുക എന്നത് മാത്രമാണ്. ബുഷേഹറിന് ചുറ്റുമുള്ള 350 മീറ്റർ ദൂരം വെറുമൊരു കണക്കല്ല, മറിച്ച് ഒരു നാഗരികതയുടെ നിലനിൽപ്പിനും നാശത്തിനും ഇടയിലുള്ള നേർത്ത നൂൽപ്പാലമാണ്. ഈ നൂൽപ്പാലത്തിലൂടെയാണ് ഇന്ന് ലോകം സഞ്ചരിക്കുന്നത്. ഒരു ചെറിയ കാലിടർച്ച പോലും ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദുരന്തത്തിന് കാരണമായേക്കാം. പശ്ചിമേഷ്യയിലെ യുദ്ധം അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കപ്പുറം ഒരു പരിസ്ഥിതി നാശത്തിലേക്കും ആണവ വിപത്തിലേക്കും നീങ്ങുന്നത് തടയാൻ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.